സുഹൃത്തുക്കളെ, റഅസിന്റെ വേദനയാൽ മനം വിഷമിച്ചു കൈസർ ചക്രവർത്തിയും ഒരു ദിനം. മാറാത്ത രീതിയിൽ നീണ്ടുനിന്ന വേദന ചികിത്സിച്ച പലരും ഒഴിഞ്ഞു. ഇനി വഴിയെങ്ങനാ? ഉമർ ഇബ്നു ഖത്താബിനു കത്തെഴുതുന്നു, പരിഹാരമെന്താ പറയണേ മരുന്നൊന്ന്. കത്തിന് മറുപടിയായി മഹാൻ കൊടുത്തന്ന്, തലയിൽ ധരിക്കാനും കലൻ സുവത്തൊന്ന് വാങ്ങിച്ചു രാജൻ തുപ്പി ശിരസിൽ ചൂടി. ക്ഷണം തന്നെ വേദനയും സ്ഥലം വിട്ടോടി. മാറ്റുന്ന പക്ഷം തലയിലേക്കതു ചാടും, ധരിക്കുന്ന പക്ഷം തിരിഞ്ഞു നോക്കാതോടും. ഇത് കണ്ട് അത്ഭുതപ്പെട്ടു രാജൻ തൊപ്പിയും എടുത്തൊന്ന് പരിശോധിച്ചതിൻ്റെ അകമൊക്കെയും. അപ്പോൾ ലഭിച്ച രാജനും ഞറുക്കൊന്ന്, അതിൻ്റെ ഉള്ളടക്കം അറിയുവാൻ പൊളിക്കുന്ന്. സുബ്ഹാന റബ്ബി കണ്ടതോ ബിസ്മില്ലാ, അത് മുഴുവനും അല്ലാതെ മറ്റൊന്നില്ല. സുഹൃത്തുക്കളെ, ഈസ ഇബ്നു മറിയം പണ്ട് ജീർണിച്ച് പോയൊരു ഖബർ യാത്രയിൽ കണ്ട്. മയ്യിത്ത് വന്നതിലുണ്ട് ശിക്ഷകൾ ഏറ്റതായി. അതു കണ്ട് നബിയും അന്ന് അവിടം താണ്ടലായി. പിന്നീട് ആ വഴി തന്നെ നബി മടങ്ങുന്നതായി. പണ്ടത്തെ ഖബർ അപ്പോൾ പ്രകാശിക്കുന്നതായി. ശിക്ഷിച്ചിരുന്ന മലക്കുകൾ സ്ഥലം ഒഴിയലായി. റഹ്മത്തിനുള്ള അംലാക്ക് പകരം എത്തലായി. ഇതിലതിശയം പൂണ്ട് ഇബ്നു മറിയം അന്ന് റകഅത്ത് രണ്ടുടൻ തന്നെ നിസ്കരിക്കുന്നു. ഇതിലുള്ള സിറെന്താണിലാഹി എന്ന് ചോദിച്ചുകൊണ്ടപ്പോൾ ദുആ ചെയ്യുന്നു. ക്ഷണം തന്നെ ജിബ്രീൽ വന്നു റബ്ബിൽ നിന്ന് വിവരങ്ങളെല്ലാം വിശദമായി പറയുന്നു. ഇവൻ ദോഷിയായവനാണ്, എന്നാൽ തന്നെയും മരിക്കുന്ന സമയത്തുണ്ട് ഇവനൊരു ഭാര്യയും. പരിപൂർണ ഗർഭിണിയായിരുന്നവൾ അന്ന്. പിന്നീട് അവൾക്കൊരു കുട്ടി വെളിയിൽ വന്ന് പാലും കൊടുത്ത് വളർത്തി മക്തബിലാക്കി. ദൈനംദിനം അതിലേക്ക് പോയി വരവാക്കി. ചൊല്ലിക്കൊടുത്തു ഉസ്താദ് ബിസ്മില്ലാഹി, അവനേറ്റ് ചൊല്ലിയതും ബിഫദ്ലില്ലാഹി. ഞാൻ ഇവന് അടിയിൽ 8 ശിക്ഷ കൊടുക്കലും അവനുള്ള കുഞ്ഞ് പുറത്ത് 2 മോദലും. എനിക്കിഷ്ടമല്ലതിൽ ലജ്ജയും എനിക്കുണ്ട്. റഹ്മത്തിറക്കിയതാ പൊറുത്തത് കൊണ്ട്. തഫ്സീറു റാസിയിൽ നോക്കിയാൽ കാണാം ഇത് 171 പറയുന്നത്. സന്താനമുള്ളത് നല്ലതാ നമുക്കിന്ന്, ഖൈറിൻ്റെ പാതയിലായിരുന്നാൽ നന്ന്. ഫലമുണ്ട് അവരെ കൊണ്ട് ഇന്നും നാളെയും, വെറും ഭൗതികം കൊണ്ടില്ല ശർറല്ലാതെയും. ഖൈറിൻ്റെ പാതയിൽ നിന്നൊരൽപ്പം പോലും തെറ്റാതെ റബ്ബേ കാക്ക് അഹ്ലും മാലും.